ടോണി, ആ നീ ഇവിടെ ഇരിക്കണോ? കാണടാ കാണാ. നോക്കിയേ, സൂപ്പർ അല്ലേ? ഇത് നോക്ക്, ലൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലേ. ഇനി നിന്റെ കാണിക്കേ. എന്ത് പറ്റിയടാ, നീ ഫോട്ടോ ഒന്നും എടുത്തില്ലേ? നീ എത്ര എണ്ണം എടുത്തു? ഞാനൊരു 10-55 എടുത്തു. നീയോ? ഒന്നോ? തമാശ പറയല്ലേ, സീരിയസ്ലി? എടാ നീ ഇത് എന്ത് പണിയാടാ കാണിച്ചേ? മിനിമം ഒരു 50 ഫോട്ടോ എങ്കിലും എടുക്കണ്ടേ? അതിനെല്ലാം കാണണ്ടേ കൊച്ചിയിൽ എടുക്കാൻ? ഈ പറയുന്ന സ്ട്രീറ്റ് ലൈഫ് ഒന്നും ഞാനിവിടെ കണ്ടില്ല. ഫ്ലാറ്റുകളാണെങ്കിൽ ആവശ്യത്തിലധികം ഉണ്ട്. ഫ്ലാറ്റുകളുടെ ഫോട്ടോ എടുക്കാനാണ് ഈ ക്യാമറയിലെ കാർഡ് പോലും തികയത്തില്ല. എന്ന് പറഞ്ഞ് നീ ഈ ഒരു ഫോട്ടോ ആയിട്ട് അങ്ങോട്ട് ചെന്നാലേ മാമിന് നിന്നെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ വളരെ ബാഡ് ആയിരിക്കും. ഫസ്റ്റ് ഇംപ്രഷൻ ആണേലും ലാസ്റ്റ് മൂവ്മെന്റ് ആണേലും ഒരാൾക്ക് അയാളുടെ കയ്യിലുള്ളതേ കാണിക്കാൻ പറ്റൂ. ഞാനിത് കാണിക്കും, അത്ര തന്നെ. പക്ഷെ ഈ ജോലി വേണമെന്നുള്ളത് നിന്റെ ആവശ്യമാണ്, അല്ലാണ്ട് അവരുടെ ആവശ്യമില്ല. അത് നീ മറക്കരുത്. മറന്നിട്ടൊന്നുമല്ല, എന്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്, ഞാനത് കാണിക്കും. ഒരാൾക്കുള്ള ടാലന്റ് അല്ലേ കാണിക്കാൻ പറ്റൂ. എടാ നിനക്ക് ടാലന്റ് ഉണ്ട്, നീ മിനിമം ഒരു 15 ഫോട്ടോ എങ്കിലും എടുക്കണമായിരുന്നു. നിന്റെ ഫോട്ടോഗ്രാഫിയോടുള്ള പാഷൻ അവർക്ക് മനസ്സിലാവണമെങ്കിൽ നീ അത്രയും ചെയ്തേ പറ്റൂ. പാഷനൊക്കെ ഉണ്ട്, ഇത്രയും റിസ്ക് എടുത്ത് ഈ ജോലി ഇടേണ്ട ഒരു കാര്യം എനിക്ക്. വളരെ റിച്ച് ആയ പാരന്റ്സ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഏട്ടനും എനിക്ക്. പിന്നെന്താ, എന്നും എച്ച് തന്നെ. ദരിദ്രവാസി എന്നും ദരിദ്രവാസി. ഓ എന്റെ റോയ്ച്ച, സത്യത്തിൽ അയാൾ ഒരു സംഭവം തന്നെയാ. എന്താ അയാളുടെ പേര്? പേര് ഞാൻ മറന്നുപോയി ആ സന്തോഷത്തില്. ആ കിട്ടി, ജലദാസൻ. ജനദാസോ? അല്ല, ജയദാസൻ. ഓ, അയാൾ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഓ, അതൊക്കെ ഓർത്തിട്ട് തന്നെ എനിക്ക് അയാളോട് ബഹുമാനം തോന്നിപ്പോയി. എടാ, ഈ കൊച്ചിയിൽ ഒരുപാട് തട്ടിപ്പായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. റോയ്ച്ച, എന്ത് പറഞ്ഞല്ലോ റോയ്ച്ചൻ വിശ്വസിക്കുക? അങ്ങനെയാണെങ്കിൽ അയാള് ലാസ്റ്റ് പൈസ വാങ്ങില്ലേ? ആ, പൈസ കൂടി ചോദിക്കായിരുന്നപ്പോ നിന്റെ വിശ്വാസം ഇരട്ടിച്ചില്ലേ? ആ, ഇതൊരു ബിസിനസ് ട്രിക്കാ. ആയിരിക്കാം, പക്ഷെ അയാൾ പറയല്ലേ, എൻ്റെ ലൈഫിലൊരു പെണ്ണ് വന്നാ ഞാൻ രക്ഷപ്പെടുന്നു. അവൾ എൻ്റെ അടുത്ത് വന്നാ ഒന്നുമില്ലെങ്കിൽ മറ്റൊരു വഴി കൂടെ നല്ലത് മാത്രം സംഭവിക്കുന്നു. ഇതൊക്കെ ആ പെണ്ണിനെ മനസ്സിലാക്കാനുള്ള സിഗ്നല്. അയാൾ ആസ്ട്രോളജറോ അതോ മാരേജ് ബ്രോക്കറോ? റോയ്ച്ചൻ ഇങ്ങനെ അയാളെ കളിയാക്കരുത് കേട്ടോ. റോയ്ച്ചനെ പറ്റി എന്തൊക്കെ അയാൾ പറഞ്ഞെന്നറിയോ? ഉത്തരവാദിത്ത ബോധവും സൽസ്വഭാവിയും സുന്ദരനുമായ ഒരാളുടെ കൂടെ ഞാനിപ്പോ താമസിക്കുന്നതെന്ന്, എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞു. ആ പരമാത്മാവ് ഇപ്പൊ എവിടെ ഉണ്ട്? പുണ്യയാത്രയിലും അല്ലോ. പുള്ളി ഇപ്പൊ കടവന്ത്രയിലോ വൈറ്റിലോ മറ്റോ കാണും. കടവന്ത്രയിലും വൈറ്റിലോ? സാധാരണ ഇതുപോലത്തെ ആളുകളെ കാശിയിലും രാമേശ്വരത്തല്ലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ പരമാത്മാക്കളെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഈ അവസരം പാഴാക്കാതെ നമുക്ക് പോവാ റോയ്ച്ച. ആ സമയക്ക് ഫോൺ ഉണ്ടോ? സാമിന്നൊന്നും വിളിക്കരുത്. പിന്നെന്താ വിളിക്കണ്ടേ? അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഫോണും പേഴ്സൊന്നും കൊണ്ട് നടക്കുന്ന ശീലല്ല. തനി സന്യാസിയാ. നമ്മുടെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങിക്കില്ല, 10 പൈസ വരുമാനമില്ല, പിന്നെ എങ്ങനെ ജയിക്കും? ഏതായാലും നമുക്കറിയാത്ത കാര്യം ചോദിക്കാനല്ലേ നമ്മളിപ്പോ പോകുന്നത്. നമ്മുടെ കാര്യം ചോദിക്കുന്നതിന്റെ കൂടെ അതും ചോദിക്കാം. ശരി, ഏതായാലും സമയമുള്ള പോലെ ഒരു ദിവസം പോവാം. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ. ഇതാ റോയ്ച്ചന്റെ കുഴപ്പം. എല്ലാ കാര്യത്തിനും സമയമുണ്ട്, പക്ഷെ ആവശ്യമുള്ള കാര്യത്തിന് മാത്രം റോയ്ച്ചന് സമയമില്ല. ആറുന്റെ മെസ്സേജ് ആണല്ലോ. നിങ്ങൾ എല്ലാവരെയും എനിക്കിവിടെ മിസ് ചെയ്യുന്നു, പ്രത്യേകിച്ച് നിന്നെ. ഇനി ഇവിടെ തന്നെയാണോ എന്റെ പെണ്ണ്? എന്തായാലും നോക്കാം. ഈ തിരുവണ്ടൻ എന്നാണോ ബുദ്ധി വയ്ക്കാൻ?